ഒരു ക്രിസ്തുമസ് കാലം കൂടി വന്നു. എങ്ങനെയാണ് നമ്മൾ ഒരു ക്രിസ്തുമസിനെ വരവേൽക്കാൻ ഒരുങ്ങുന്നത്? വീടുകളിലും വീതികളിലും ഡിസംബർ ആദ്യ വാരത്തിൽ തന്നെ നക്ഷത്രങ്ങൾ കാണുമ്പോൾ ക്രിസ്തുമസ് വന്നെത്തി എന്ന ആളകം നമ്മെ തിരയടിക്കുന്നു. ക്രിസ്തുമസ് നമ്മെ നക്ഷത്രങ്ങളെ കുറിച്ച് ധ്യാനിക്കാൻ പഠിപ്പിക്കുന്നു. കിഴക്ക് കണ്ട നക്ഷത്രം അവർക്ക് മുമ്പേ നീക്കൊണ്ടിരുന്നു. അത് ശിശു കിടന്നിരുന്ന സ്ഥലത്തിന് മുകളിൽ വന്നു നിന്നു. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: രക്ഷകൻ പിറന്നു വീണ സ്ഥലത്തേക്ക് ജ്ഞാനികൾക്ക് വഴികാട്ടിയാവുകയാണ് കിഴക്കുദിച്ച നക്ഷത്രം. ജെറുസലേമിലെ ഹേറോദോസിന്റെ കൊട്ടാരത്തിലേക്ക് നയിക്കാതെ ബെത്ലഹേമിലെ പുൽക്കുടിലേക്ക് 3 ജ്ഞാനികളെയും നയിക്കുന്ന നക്ഷത്രം. നമ്മൾ നക്ഷത്രങ്ങളാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ മറ്റുള്ളവരെ വഴിതെറ്റാതെ നയിക്കുന്ന ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോകുന്നു എന്നുകൂടി ഓർമ്മിക്കുക. നക്ഷത്രങ്ങൾ വെളിച്ചമാണ്. എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു. എപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നവ എപ്പോഴും കത്തി നിൽക്കുന്നവ എപ്പോഴും കത്തി തീർന്നുകൊണ്ടിരിക്കുന്നവ. വെളിച്ചം നൽകുന്നതും അത് ആകാശത്തെ നക്ഷത്രങ്ങളായാലും ഭൂമിയിലെ മെഴുകുതിരികളായാലും സ്വയം ഇല്ലായ്മ ചെയ്തുകൊണ്ടാണ് പ്രകാശം പരത്തുന്നത്. വെളിച്ചം നൽകുമ്പോൾ സ്വയം കത്തിത്തീരും, ഇല്ലാതായിത്തീരും. യഥാർത്ഥത്തിൽ സ്റ്റാർ ആകാനും സ്റ്റാറായി നിൽക്കാനും അത്ര എളുപ്പമല്ല. സ്റ്റാർ ആകാൻ ശ്രമിക്കുമ്പോൾ ചുറ്റുമുള്ള മറ്റ് സ്റ്റാറുകളെ കാണുകയും അംഗീകരിക്കുകയും ചെയ്യുക. ക്രിസ്തുമസ് മാത്രമല്ല, ഈ ജീവിതത്തിലെ എല്ലാ കാലവും വെളിച്ചമുള്ളതായിരിക്കും. സ്റ്റാർ ആകുന്നതിലെ വെല്ലുവിളികൾ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു. നക്ഷത്രപ്രഭ ചൊരിയുന്ന ഒരു ജീവിതത്തിലേക്കുള്ള പാത അത്ര എളുപ്പമല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിലേക്കുള്ള വഴികൾ ദുർഘടവും വെല്ലുവിളികളും നടന്നതാണ് എന്ന് ഞാൻ അറിയുന്നു. എങ്കിലും അങ്ങേക്ക് യഥാർത്ഥ സാക്ഷിയാകാനുള്ള ആവേശത്തോടെ ഞാൻ മുന്നോട്ട് പോകുന്നു. എന്റെ വഴികളിൽ എനിക്ക് താങ്ങും തണലുമായി ഇരിക്കണമേ. ജീവിതകാലം മുഴുവൻ വെളിച്ചം നിറഞ്ഞതാകാൻ എന്നെ അനുഗ്രഹിക്കണമേ. മറ്റുള്ളവർക്ക് ശരിയായ മാർഗദീപമാകുവാൻ എന്നെ പ്രാപ്തരാക്കണമേ. ആഘോഷിക്കുന്ന ക്രിസ്മസുകളുടെ എണ്ണം അനുസരിച്ച് എന്നെ നക്ഷത്രത്തിന്റെ വെളിച്ചവും വർദ്ധിപ്പിക്കണമേ.